ദേശീയപാത ചാവക്കാട് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വിള്ളൽ വീണ സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. UDF പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. വിള്ളൽ കണ്ട സംഭവത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രിക്ക് NK അക്ബർ MLA കത്തയച്ചു. ജില്ലയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മഴയിൽ പരക്കെ നാശം. ഇരിങ്ങാലക്കുട കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുന്നംകുളത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. PC ഡാമിന്റെ ഉദ്യാനങ്ങളും കുട്ടികളുടെ പാർക്കും കാട് കയറി നശിക്കുന്നു. ഉദ്യാനങ്ങളുടെ മതിലുകൾ തകർന്നു വീണിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. ടാറിംഗ് തകർന്നതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ കട്ടിംഗ് മരോട്ടിച്ചാൽ റോഡിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരം. മഴ പെയ്തതോടെ ചെളിക്കുളമായ റോഡ്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ചാവക്കാട് ദേശീയപാതയിൽ വിള്ളൽ. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ രാത്രി തന്നെ അധികൃതർ സ്ഥലത്തെത്തി ടാറിട്ട് വിള്ളലടച്ചു. ഇന്നലെ വൈകുന്നേരം നടക്കാനിറങ്ങിയ പ്രദേശവാസിയായ അനൂപാണ് പാലത്തിനോട് ചേർന്ന് റോഡിൽ വിള്ളൽ കണ്ടത്. തുടർന്ന് അദ്ദേഹം വീഡിയോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വൈറലായി ജനങ്ങൾ അറിഞ്ഞത്. ഏതാണ്ട് 15 മീറ്റർ നീളത്തിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് കരാർ കമ്പനി അധികൃതർ ഇത് ടാർ ഒഴിച്ച് അടയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിള്ളൽ അതുപോലെ തന്നെ നിലനിൽക്കുന്ന സ്ഥിതിയാണ്. വിള്ളൽ കണ്ടപ്പോൾ ഉണ്ടായ ആശങ്കയാണ് വീഡിയോ എടുത്ത് പങ്കുവച്ചതെന്ന് അനൂപ് പറഞ്ഞു. ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പോഴാണ് ഈ വിള്ളൽ കണ്ടത്. അപ്പോൾ ആ വിള്ളൽ കണ്ട ഉടനെ നമുക്ക് ന്യൂസിൽ ഇത് പല സ്ഥലത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ അത് വീഡിയോ എടുത്ത് അധികൃതരുടെ ശ്രദ്ധയ്ക്ക് അതിൻ്റെ നമ്പറും ഒക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പാറപ്പൊടി ഇട്ടിട്ട് ക്ലോസ് ചെയ്യുന്നതാണ്. പക്ഷേ ശരിക്കും ഒരു ചെറിയ മഴ പെയ്തു. ഇതിൽ ഗതാഗതം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും ഇത്രയും വലിയൊരു ക്രാക്ക് ഡെവലപ്പായി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും ഒരു ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഇതൊരു എപ്പോഴും റിസ്ക്കാണ്. പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ ഈ വഴി വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാലത്തിന്റെ പണി ഏതാണ്ട് പൂർത്തീകരിച്ചു വരികയാണ്. അടുത്തു തന്നെ തുറന്നു കൊടുക്കേണ്ട റോഡ് ഒരു മഴ ആരംഭിച്ചപ്പോൾ തന്നെ വിള്ളൽ സംഭവിച്ചതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. നെച്ചിൻ്റെ പാലം വിണ്ട് കീറി പാതാളം പോലെ വലിയ കുഴിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഈ പ്രദേശ ജനങ്ങൾക്ക് വളരെ ആശങ്ക ഉണ്ടാക്കുന്നു. വളരെ ദയനീയാവസ്ഥയമായ ഒരു നിർമ്മാണ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് തെളിയുന്നു. അധികൃതർ കാര്യമായി അതെടുത്ത് നല്ല ശക്തമായ ഒരു പാലവും റോഡും പണിയണമെന്നാണ് അധികാരികളോട് പറയുന്ന ഒരു അഭ്യർത്ഥന. TCV ചാവക്കാട്. ദേശീയപാത മണത്തലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ റോഡിൽ വിള്ളൽ കണ്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. മണത്തല ബേബി റോഡിന് സമീപത്താണ് കനത്ത മഴയിലും പ്രവർത്തകർ റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. അരമണിക്കൂറോളം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് അഞ്ചങ്ങാടി, KV യൂസഫ് അലി, HM നൌഫൽ, ഫൈസൽ കാനാമ്പുള്ളി, അനസ് തിരുവത്ര, ഷിഹാബ് മണത്തല, KV ലാജുദ്ദീൻ, K മനാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് ദേശീയപാതയിൽ വിള്ളൽ കണ്ട സംഭവത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്ക് NK അക്ബർ MLA കത്തയച്ചു. അടിയന്തരമായി പാതയിൽ പരിശോധന നടത്തണമെന്ന് കത്തിൽ MLA ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കാണിച്ച് ജില്ലാ കളക്ടർക്കും കത്ത് നൽകി. ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. രാവിലെ 10 മണിക്ക് ബെന്നി ബെഹനാൻ MP ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരോട് ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കും അപാകതകളും രൂക്ഷമായ ഗതാഗതക്കുരുക്കും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നിട്ടും പ്രശ്നം പരിഹരിക്കാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറായതെന്ന് MLA പറഞ്ഞു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് മണത്തലയിൽ വിള്ളൽ കണ്ട സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടി തൃശൂർ ജില്ലാ കളക്ടർ. വിള്ളൽ രൂപപ്പെട്ട സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനുമായി പോലീസ്, RTO, പൊതുമരാമത്ത് വകുപ്പ്, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിദഗ്ധ സമിതി രൂപീകരിച്ച് കളക്ടർ ഉത്തരവിറക്കി. പരിശോധന നടത്തി വ്യാഴാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി എറണാകുളം പ്രോജക്ട് ഡയറക്ടറോടും കളക്ടർ പ്രത്യേക റിപ്പോർട്ട് ആവശ്യപ്പെട്ടു.
കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് ഇരിങ്ങാലക്കുട കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നാശം. അപകടത്തെ തുടർന്ന് കോടതി നടപടികൾ നിർത്തിവെച്ചു. ഇരിങ്ങാലക്കുട ഠാണ മെയിൻ റോഡിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന 4 കാറുകളും ബൈക്കുകളുമാണ് ഭാഗികമായി തകർന്നത്. ആർക്കും പരിക്കില്ല. കോടതി നടപടികൾക്കെത്തിയ അഭിഭാഷകരുടെയും കക്ഷികളുടെയും വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി. കനത്ത മഴയിൽ പോർക്കുളം കമ്പിപ്പാലത്തെ സർക്കാർ മൃഗാശുപത്രിയിൽ വെള്ളം കയറി. ആശുപത്രിക്ക് മുൻപിലെ റോഡും വെള്ളത്തിൽ മുങ്ങി. കപ്പൂർ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. പോർക്കുളം വട്ടേക്കോട്ടയിൽ രാജന്റെ വീടിന് പുറകിലെ കിണറാണ് പൂർണ്ണമായും താഴ്ന്നത്. ചുറ്റുമതിലും മോട്ടോറും കിണറ്റിലകപ്പെട്ടു. വൻ ശബ്ദത്തിലാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നതെന്ന് രാജൻ പറഞ്ഞു. കനത്ത മഴയിൽ പെരുമ്പിലാവ് കോടതിപ്പടി കപ്പൂരയിൽ പ്രസന്നയുടെ വീടിനോട് ചേർന്നുള്ള കിണർ മണ്ണിടിഞ്ഞു വീണ് ഉപയോഗശൂന്യമായി. വീടിന്റെ അടുക്കള ഭാഗത്തിന് അപകട ഭീഷണിയായ വിധത്തിലാണ് മണ്ണിടിഞ്ഞത്. കനത്ത മഴയിൽ എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷി നശിച്ചു. ചുങ്കത്ത് വീട്ടിൽ യേശുദാസിന്റെ കപ്പലണ്ടി കൃഷിയാണ് വെള്ളം കയറി നശിച്ചത്. തൃക്കണപ്പതിയാരം പാടശേഖരത്തിൽ 1/2 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരുന്നത്. വിളവെടുക്കാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിതമായി മഴ പെയ്തത്. ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറികളും വെള്ളം കയറി നശിച്ചു പോകുന്ന അവസ്ഥയിലാണ്. നമ്മുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുള്ളതാണ് കപ്പലണ്ടി. പ്രാവശ്യം നമ്മൾ ഇവിടെ പൊന്മണി വിത്താണ് ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു, നെല്ല്. അപ്പോൾ അത് കുറച്ച് നീളം ഉമയൊക്കെ കുറച്ചും കൂടി നീളം വെച്ച കാരണം ഒരു പ്രശ്നം ഉണ്ടായത് എന്താ വിചാരിച്ചാൽ ഫെബ്രുവരി ഒരു പകുതിയോട് കൂടിയിട്ടാണ് ഇവിടെ കൃഷി ഇറക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ വ്ളാത്താങ്കര ചീര, അതുപോലെ കപ്പലണ്ടി, അതുപോലെ പയറൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പയർ കുറച്ച് കിട്ടി. അതുപോലെ പച്ചക്കറികൾ കുമ്പളം മത്തനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു 3.5 മാസം കൊണ്ട് അതങ്ങോട്ട് പൂവിട്ട് കായായി വരുമ്പോഴേക്കും മഴ പെയ്തു. ഇവിടെ ഈ പാടത്തു കൂടെയുള്ള ഒരു ചാലുണ്ട്. ആ ചാലു കൂടെ കൃത്യമായിട്ട് വെള്ളം പോയിരുന്നു വിചാരിച്ചെങ്കിൽ ഈ പാടത്തൊന്നും ഇത്ര പെട്ടെന്ന് വെള്ളമായിരുന്നില്ല. ശക്തമായ മഴയിൽ അക്കിക്കാവ് ആനക്കല്ല് റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. പെരുമ്പിലാവ് കടങ്ങോട് റോഡിനെയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന കുണ്ടും കുഴിയും നിറഞ്ഞ ആനക്കല്ല് റോഡാണ് കനത്ത മഴയിൽ വെള്ളത്തിനടിയിലായത്. ഇതോടെ ഇതുവഴിയുള്ള കാൽനട പോലും നിലച്ചു. കടവല്ലൂർ പഞ്ചായത്ത് അതിർത്തി വരെയുള്ള റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ടെങ്കിലും കടങ്ങോട് പഞ്ചായത്ത് 1-ാം വാർഡിലുള്ള ഭാഗത്താണ് കുണ്ടും കുഴിയും വെള്ളക്കെട്ടും രൂക്ഷമായിട്ടുള്ളത്. 5 വർഷം മുൻപ് ടാറിംഗ് നടത്തിയ റോഡിൽ പിന്നീട് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ടില്ല. ബൈപ്പാസ് റോഡിൽ നിന്നും വരുന്ന വെള്ളവും ആനക്കല്ല് റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ചെറുതും വലുതുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന തിപ്പിലശ്ശേരി ഭാഗത്തേക്കുള്ള എളുപ്പവഴി കൂടിയായ റോഡ് അധികൃതർ ഇടപെട്ട് മഴ കനക്കുന്നതിന് മുൻപേ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാവക്കാട് ശക്തമായ കാറ്റിലും മഴയിലും മേഖലയിൽ നാശനഷ്ടം. തിരുവത്ര EMS നഗറിൽ മരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. തിരുവത്ര EMS നഗറിൽ തൊണ്ടൻ, കേരൻ, റഫീഖ് എന്നിവരുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. വീടിന്റെ സൺഷെയ്ഡ്, വാട്ടർ ടാങ്ക്, പ്ലംബിംഗ് ചെയ്ത പൈപ്പുകൾ എന്നിവയ്ക്ക് കേടുപാട് പറ്റി. മരക്കൊമ്പുകൾ വൈദ്യുതി കമ്പിയിലേക്ക് വീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. പീച്ചി ഡാമിന്റെ ഉദ്യാനങ്ങളും കുട്ടികളുടെ പാർക്കും കാട് കയറി നശിക്കുന്നു. ഉദ്യാനങ്ങളുടെ മതിലുകൾ തകർന്നു വീണിട്ടും ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. പീച്ചി ഡാം ഗാർഡനിലെ ഇരിപ്പിടത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. എല്ലായിടത്തും കാട് മൂടി കിടക്കുകയാണ്. ഇഴജന്തുക്കളെ പേടിച്ചു വേണം ഈ ഉദ്യാനത്തിലെത്താൻ. തൃശൂർ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ പീച്ചി ഡാമും പരിസരവുമാണ് അധികൃതരുടെ അവഗണന മൂലം ഇങ്ങനെ കാട് കയറി നശിക്കുന്നത്. ഡാമിലെ 2 ഉദ്യാനങ്ങളുടെ സ്ഥിതി ഏറെ പരിതാപകരമാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച മ്യൂസിക് ഫൗണ്ടനുകളുടെയും ജലധാരകളുടെയും പ്രവർത്തനം നിലച്ചു. കുട്ടികളുടെ പാർക്കാകട്ടെ കളിയുപകരണങ്ങളടക്കം നശിച്ചു കഴിഞ്ഞു. ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഭയങ്കര ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു ശോചനീയ അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വരുന്നതാണ്. പുറം നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ നമ്മളെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടും ഇത് കണ്ടു കഴിഞ്ഞാൽ. ആ ഫൗണ്ടൈനെ കണ്ടിട്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ഇതുപോലെ ദുബായിലൊക്കെ കൂട്ടി കുറേ പാർക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു അവസ്ഥ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പാർക്കിൻ്റെയും കളിയുപകരണങ്ങളൊക്കെ നശിച്ചു. ഒന്നുമില്ല. ഉണ്ട് അവിടെ കാണിച്ചു തരാൻ പറ്റുമോ? ഒന്നുമില്ല. ഉദ്യാനങ്ങളും പാർക്കുകളും കാടുകയറി ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയതോടെ ഭീതിയോടെയാണ് കുട്ടികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് പീച്ചി ഡാം കാണാൻ വന്നാണ്. നല്ല
ഇതിൽ അത്ഭുതകരമായിട്ട് നല്ല രീതിയിൽ വന്നാണ്. പക്ഷേ ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. കളി ഉപകരണങ്ങളൊന്നുമില്ല. കേരളത്തിലല്ല, കേരളത്തിന് പുറത്ത് പോകുന്നുണ്ട്. ഇത്രയും ശോചനീയാവസ്ഥ ഒന്നല്ല. ഫൗണ്ടനൊക്കെ കണ്ടില്ലേ, ആകെ ഒരു മാതിരി പൂപ്പലും ഒക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒന്നുമില്ലാത്തൊരു ജാതി, വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് പിള്ളേർ വന്നു കഴിഞ്ഞിട്ട് പിള്ളേർക്കൊന്നുമില്ല. അതിൽ കളിക്കാനോ പിടിക്കാനോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, ഒന്നും കാണുന്നില്ല. കോവിഡിന് ശേഷം നീന്തൽക്കുളവും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയിട്ടില്ല. പീച്ചി ഡാമിന്റെ കവാടം മുതലുള്ള റോഡുകളും അതീവ ശോചനീയാവസ്ഥയിലാണ്. പീച്ചി ഡാമിന്റെ ദുരവസ്ഥയ്ക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. 2024 ജൂലൈ 29 അനിയന്ത്രിതമായി മഴ പെയ്തപ്പോൾ സ്വാഭാവികമായും ഈ ഡാം ഒരു സുപ്രഭാതത്തിൽ 3 ഇഞ്ചിൽ നിന്ന് 72 ഇഞ്ചിലേക്ക് തുറന്നു വിട്ടപ്പോൾ ഡാമിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും 2 പാർക്കുകളടക്കം കൈവരികളടക്കം ചുറ്റുമതിലടക്കം പാടെ തകർന്ന് തരിപ്പണമായി. ചിൽഡ്രൻസ് പാർക്കും ഉദ്യാനങ്ങളും മ്യൂസിക് ഫൗണ്ടനും ജലധാര ഇതൊക്കെ പാടെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും 5 കോടിയും 10 കോടിയും 15 കോടിയും ഒക്കെ പ്രഖ്യാപിച്ചു പോകാറുണ്ട്. പക്ഷേ ഇന്ന് വരെ ഡാമിൽ പറഞ്ഞ കണ്ണാടിപ്പാലം, അതുപോലെ തന്നെ റോപ്പ് വേ തുടങ്ങി 2016 മുതൽ കേൾക്കുന്നതാണ്. ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ പോലും ആ 2016 ഉണ്ടായിരുന്ന ഡാമിനേക്കാൾ ഏറ്റവും ശോചനീയമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഡാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും വലിയ ടൂറിസം സാധ്യതകളിൽ ഒന്നായ പീച്ചി ഡാമിൻ്റെ ടൂറിസം വികസിപ്പിക്കുന്നതിന്, ആളുകളെ ആകർഷിപ്പിക്കുന്നതിന്, ആളുകളെ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്ന തരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ, ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നതിനൊന്നും യാതൊരു തരത്തിലുമുള്ള നടപടിയും റവന്യൂ മന്ത്രിയും MLA-യുമായ കെ രാജൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കെ രാജനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി വരും നാളുകളിൽ കോൺഗ്രസ് രംഗത്ത് വരുമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പീച്ചി ഡാം ഉദ്യാനത്തിന്റെ മതിലുകൾ തകർന്നിട്ട് ഏറെ നാളുകളായെങ്കിലും ഇവ നന്നാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. പീച്ചി ഡാമിന്റെ പ്രതാപകാലത്ത് വിവിധ തസ്തികകളിലായി 11 പേരും 2 ശുചീകരണ തൊഴിലാളികളുമടക്കം 13 പേർ ജീവനക്കാരായി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഉദ്യാന പരിപാലനത്തിനും ശുചീകരണത്തിനുമായുള്ളത് 4 ജീവനക്കാർ മാത്രമാണ്. അവധിക്കാലമായതിനാൽ തന്നെ നിരവധി പേരാണ് പീച്ചി ഡാമിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ പരിസരമെല്ലാം കാടുമൂടിക്കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് പീച്ചി ഡാമും പരിസരവും വൃത്തിയാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TCV ന്യൂസ്. ടാറിംഗ് ഇളകി കുണ്ടും കുഴിയും നടന്നതോടെ മരോട്ടിച്ചാൽ കട്ടിംഗ് റോഡിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരമായി. മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമായി മാറി. പുത്തൂർ പഞ്ചായത്തിലെ 7-8 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കട്ടിംഗ് ചീനിവിളവ് മരോട്ടിച്ചാൽ റോഡ്. നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഈ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ ശോചനീയമാണ്. ടാറിംഗ് ഇളകിമാറി റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടു. മാസങ്ങളായി റോഡ് ഇത്തരത്തിൽ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം മഴ പെയ്തതോടെ ഇവിടെ ചെളിക്കുളമായി മാറി. മാന്നാമംഗലം ഹൈസ്കൂൾ, മരോട്ടിച്ചാൽ AUPS സ്കൂൾ എന്നിവിടങ്ങളിലേക്കും മറ്റു വിദ്യാലയങ്ങളിലേക്കും നിരവധി വിദ്യാർത്ഥികളും യാത്രക്കാരും ആശ്രയിക്കുന്ന റോഡാണിത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റോഡ് ഇത്തരത്തിൽ ചെളിക്കുളമായതോടെ വിദ്യാർത്ഥികളുടെ യാത്രയും ദുരിതമായി മാറും. റോഡിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ജില്ലാ പഞ്ചായത്തും പുത്തൂർ പഞ്ചായത്തും പരസ്പരം പഴിചാരി രക്ഷപ്പെടുമ്പോൾ ജനങ്ങളാണ് വെട്ടിലാകുന്നത്. ഇനിയെങ്കിലും അധികാരികൾ ഇടപെട്ട് യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാട്ടൂർ പൊഞ്ഞനം പൈങ്കിണിക്കാവ് ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഒരു ഭാഗം കത്തിനശിച്ച സ്ഥലം SNDP യൂണിയൻ നേതാക്കൾ സന്ദർശിച്ചു. മുകുന്ദപുരം SNDP യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചിറാക്കുളം, കാട്ടൂർ SNDP യൂണിയൻ പ്രസിഡന്റ് രാജീവ് വെങ്ങാശ്ശേരി തുടങ്ങിയവർ സന്ദർശിച്ചു. തീപിടുത്തം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കത്തിയ ക്ഷേത്രഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നൽകാൻ നടപടി സ്വീകരിക്കാൻ കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും സന്തോഷ് ചിറാക്കുളം പറഞ്ഞു. ക്ഷേത്രത്തിന്റെ അമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ചൊവ്വാഴ്ച രാത്രി കത്തിനശിച്ചത്. അഞ്ചേരി മരിയാപുരത്ത് ഷോക്കേറ്റ് യുവാവ് മരിച്ചു. വെള്ളാങ്കലൂർ വള്ളിവട്ടം കോഴിക്കോട് സ്വദേശി രാമകൃഷ്ണൻ മകൻ 30 വയസ്സുള്ള കൃഷ്ണദാസാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വർക്ക് നടക്കുന്നതിനിടയിലാണ് ഷോക്കേറ്റത്. ഉടൻ തന്നെ ഉല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 2 ആഴ്ച മുൻപ് ടാറിംഗ് നടത്തിയ ഗുരുവായൂരിലെ ചൊവ്വല്ലൂർപ്പടി താമരപ്പള്ളി റോഡ് ഇടിഞ്ഞു. അപകട ഭീഷണിയായ റോഡ് ഇടിച്ചിലിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. വാഹനത്തിരക്കേറിയ ചൊവ്വല്ലൂർപ്പടി താമരപ്പള്ളി റോഡിൽ തൈക്കാട് ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപത്തെ കൽവർട്ടിന് ഇരുവശമാണ് ഇടിഞ്ഞിട്ടുള്ളത്. മുരളി പെരുന്നെല്ലി MLA-യുടെ ഇടപെടലിന്റെ ഭാഗമായി നബാർഡിൽ നിന്ന് അനുവദിച്ച 8 കോടി രൂപ ചെലവിട്ടാണ് 6.7 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് നിർമ്മിച്ചത്. ഒരാഴ്ച മുൻപാണ് കൽവർട്ടിന് ഇരുവശവും നേരിയ തോതിൽ ഇടിച്ചിൽ കണ്ടു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ റോഡരികിലെ കല്ലും മണ്ണും പാടത്തേക്ക് ഒലിച്ചിറങ്ങിയതോടെ ഇടിച്ചിലിന്റെ ആഴം കൂടി.
2.5 മീറ്റർ ദൂരത്തിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. കാലവർഷം ശക്തമാകുന്നതോടെ റോഡ് കൂടുതൽ അപകടകരമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. എന്റെ വണ്ടി ചാടി, പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ കൈ കാലം ഒടിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി 9:30 നേരത്ത് മഴ പെയ്യുന്ന നേരത്തിൽ സ്പീഡിൽ വരുന്ന നേരത്ത് ഈ കട്ടറിൽ ചാടിയിട്ട് ഒരു ചെറിയ അപകടാവസ്ഥ ഉണ്ടാവേണ്ടതായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ടാർ ചെയ്തിട്ട് ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും കൾവർട്ടിന്റെ 2 ഭാഗവും ഇടിഞ്ഞ് വളരെ അപകടകരമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ തന്നെ മിനിഞ്ഞാന്ന് ഇതിൽ കൂടെ വണ്ടിയുമ്പോൾ പോകുമ്പോൾ രാത്രിയായിരുന്നു. നല്ല സുഖകരമായ റോഡല്ലേ എന്ന് വെച്ച് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ടി ഒരു സ്ലിപ്പായി. എന്തുകൊണ്ടല്ല, ഒരു അഡ്ജ് വന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്ലിപ്പായി, അപകടം സംഭവിച്ചില്ല. പക്ഷേ കുട്ടികളൊക്കെ ബൈക്കിലൊക്കെ കണ്ടമാനം പെൺകുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഗൗരവമാണ്. മഴ കനത്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുമോ എന്ന ആശങ്കയുമുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായെത്തി കൊടി നാട്ടി. അപകട ഭീഷണി ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി പറഞ്ഞു. 2 ആഴ്ച മുന്നേ ടാറിംഗ് പൂർത്തീകരിച്ചതാണ്. ആ റോഡിന്റെ നമ്മുടെ ബീവറേജിന് സമീപമുള്ള കൽവത്ത്, അതിന് സമീപത്തുള്ള റോഡിന്റെ വശങ്ങളെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. വളരെ അപകട സാധ്യതയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഈ റോഡിന്റെ നിൽപ്പ്. പല ബൈക്ക് യാത്രക്കാരും അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. PWD അധികൃതരെ എത്രയും പെട്ടെന്ന് ഈ കൾവർട്ടിന്റെ ഈ വശം നേരെയാക്കണമെന്നും, അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കൈവരി സ്ഥാപിക്കുന്നതടക്കമുള്ള കൽവർട്ടിന്റെ പണികൾ പൂർത്തിയായിട്ടില്ല. ഇതിനു മുൻപ് മനുഷ്യജീവന് അപകട ഭീഷണിയായ ഗർത്തം നികത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ഗുരുവായൂർ. കൊടുങ്ങല്ലൂർ നഗരസഭ കൗൺസിൽ യോഗത്തിൽ നിന്നും BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതം വിനിയോഗിക്കുന്നതിൽ 77ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിലും നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിലും പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. പൂർത്തീകരിച്ച നിർമ്മാണങ്ങൾക്ക് ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ കരാറുകാർ നടപ്പുവർഷത്തെ കാന നിർമ്മാണം, റോഡ് നിർമ്മാണം തുടങ്ങിയ ജോലികൾ ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്നതായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആരോപിച്ചു. ON ജയദേവൻ, വിനീത ടിങ്കു, രശ്മി ബാബു, KA സുനിൽകുമാർ, KS ശിവറാം, ശാലിനി വെങ്കടേഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. വെള്ളം കയറിയിട്ട് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളെ കുറിച്ച് അറിയാം. ഇതിനൊക്കെ വേണ്ടി വിനിയോഗിക്കേണ്ട ഫണ്ടുകളാണ് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താൻ LDF ഭരണസമിതി തയ്യാറാവാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടത്. അതുകൂടാതെ തന്നെ 1 കോടി രൂപയോളമാണ് ഇവിടുത്തെ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത്. ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് ഫണ്ട് കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ചാലക്കുടി വെട്ടുകടവ് പാലത്തിലെ അപ്രോച്ച് റോഡിന്റെ ഇടിഞ്ഞ ഭാഗം അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആഴത്തിൽ മണ്ണൊലിച്ചു പോയതിനാൽ പ്രവൃത്തികൾക്ക് കൂടുതൽ തുകയും ദിവസങ്ങളും വേണ്ടിവരും. പാലത്തിന്റെ ചാലക്കുടി ഭാഗത്താണ് ഗർത്തം രൂപം കൊണ്ടത്. പാലത്തെയും അപ്രോച്ച് റോഡിനെയും ബന്ധിപ്പിക്കുന്ന കെട്ടിന്റെ മണ്ണ് മഴയിൽ ഒലിച്ചുപോയതാണ് കാരണം. 3 വർഷം മുൻപ് റോഡരികിൽ വിള്ളലുണ്ടായപ്പോൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. അന്ന് കണ്ടെത്തിയ കുഴിയിൽ കോൺക്രീറ്റ് നിറച്ച് തൽക്കാലം പ്രശ്നം പരിഹരിച്ചുവെങ്കിലും വീണ്ടും വിള്ളലുകൾ കണ്ടെത്തുകയായിരുന്നു. 10 ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനാണ് PWD തീരുമാനിച്ചിട്ടുള്ളത്. പുതുക്കാട് മണ്ഡലം മഴക്കാലപൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, N മനോജ്, സുന്ദരി മോഹൻദാസ്, കലാപ്രിയ സുരേഷ്, കൊടകര ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷീല മനോഹരൻ, പറപ്പൂക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് വകുപ്പ് റോഡുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ റോഡുകളുടെയും കാനകൾ അടിയന്തരമായി വൃത്തിയാക്കുന്നതിനും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും MLA ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വ്യത്യസ്ത ഇനം ചായകളൊരുക്കി ചങ്ങനകുളം ഒതളൂർ സ്വദേശി മണികണ്ഠൻ. ഒരു കപ്പ് ചായ ഒരുപാട് സൗഹൃദം എന്നാണ് മണിയേട്ടന്റെ ചായക്കടയുടെ മുദ്രാവാക്യം. പ്രതിദിനം 100കണക്കിന് ആളുകൾ എത്തുന്ന മണിയേട്ടന്റെ ആഹാരമേള രാവിലെ 5-ന് തുടങ്ങും. 8000-ഓളം ഇഡ്ഡലി, 5600-ഓളം വട, 6000-ഓളം ചായ. വിൽപ്പനയുടെ ചൂടൻ കണക്കുകൾ ഇങ്ങനെ. ചായ, വട എന്നിവയ്ക്കാണ് ആവശ്യക്കാർ ഏറെയും എത്തുന്നത്. വിപണിയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഉഴുന്നുമാവ് ഉപയോഗിച്ചാണ് വടയുണ്ടാക്കുന്നത്. ചായയ്ക്ക് 600 ലിറ്റർ പാൽ വേണം. ചായയുടെ മധുരത്തിനൊപ്പം സ്നേഹവും നൽകുക എന്നതാണ് മണിയേട്ടൻ പഠിപ്പിക്കുന്നത്. ചെറുതായി തുടങ്ങിയ ചായക്കട ഒരു സംരംഭകനായി ഇദ്ദേഹത്തെ മാറ്റി.
2014 ചങ്ങരംകുളം ബസ് സ്റ്റാൻഡിന് സമീപം 4 കസേരയും ഒരു മേശയുമായി ആരംഭിച്ച മണിയേട്ടൻ ഫുഡ് കോർണർ ഇന്ന് ചങ്ങരകുളം, എടപ്പാൾ, കുന്നംകുളം എന്നിവിടങ്ങളായി പടർന്നു പന്തലിച്ചു. അടുത്തു തന്നെ ഗുരുവായൂരിലും സ്ഥാപനം തുടങ്ങാനുള്ള പദ്ധതിയുണ്ട്. 4 സ്ഥാപനങ്ങളായി 61 പേർക്കാണ് മണി തൊഴിൽ നൽകുന്നത്. പട്ടാളച്ചിട്ടയോടെ എല്ലാ കടകളിലും വിവിധ സമയങ്ങളിലായി മണിയേട്ടനെത്തും. ചങ്ങരംകുളത്ത് രാത്രി 12 വരെയും കുന്നംകുളത്ത് 24 മണിക്കൂറും ചായ ലഭിക്കും. TCV ന്യൂസ്, കുന്നംകുളം. അവണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഓഫീസിന്റെ സീലിംഗ് തകർന്നു വീണു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മരപ്പെട്ടി കയറിയതിനെ തുടർന്നാണ് സീലിംഗ് തകർന്നു വീണതെന്ന് ജീവനക്കാർ പറയുന്നു. കുട്ടനല്ലൂർ മേൽപ്പാലത്തിന് താഴെ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മധുര സ്വദേശി 73 വയസ്സുള്ള ബാലസുബ്രഹ്മണ്യനാണ് മരിച്ചത്. ഉള്ളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെ 2023 ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തൃശൂർ സിറ്റി പോലീസിലെ 5 പോലീസ് ഉദ്യോഗസ്ഥർ പുരസ്കാരത്തിന് അർഹരായി. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡിറ്റക്റ്റീവ് എക്സലൻസ് വിഭാഗത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, കുന്നംകുളം ACP CR സന്തോഷ്, നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ K. അനുദാസ്, അഡ്മിനിസ്ട്രേറ്റർ വിഭാഗത്തിൽ ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ SI VR സുനിൽകുമാർ, തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് SI ബോബി ചാണ്ടി എന്നിവരാണ് ബാഡ്ജ് ഓഫ് ഓണറിന് അർഹരായത്. രാജ്യാന്തര ചായദിനത്തിൽ ചായക്കടയിൽ വരുന്നവർക്ക് ചായയ്ക്കൊപ്പം ബിസ്ക്കറ്റും ഫ്രീ. മറ്റം നമ്പഴിക്കാട് സജീഷ് ഏട്ടന്റെ ചായക്കടയിലാണ് ചായ കുടിക്കാൻ വരുന്നവർക്കായി വേറിട്ട സമ്മാനങ്ങൾ നൽകിയത്. 80ഓളം വേറിട്ട ചായകൾ നിർമ്മിച്ച ശ്രദ്ധേയനാണ് നമ്പഴിക്കാട് സ്വദേശി സതീഷ് ചന്ദ്രൻ. സമൂഹമാധ്യമങ്ങളിലൂടെ ശ്രദ്ധേയനായ സജീഷ് ഏട്ടന്റെ ചായക്കടയിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം ചായപ്രേമികൾ വരാറുണ്ട്. വയലിനിൽ വിസ്മയം തീർത്ത് ഗംഗാ ശശിധരൻ. പെരിഞ്ഞനം വെസ്റ്റ് ജീവൻ ക്ലബിന്റെ കളിയിടം സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ചാണ് ഗംഗയുടെ വയലിൻ ഫ്യൂഷൻ സംഘടിപ്പിച്ചത്. വേദികളിലും സോഷ്യൽ മീഡിയകളിലും താരമായ ഗംഗ 2 മണിക്കൂറോളം വയലിനിൽ മാന്ത്രികതയാൽ സംഗീതാസ്വാദകരെ വിസ്മയിപ്പിച്ചു. പടിയൂർ ഔണ്ടറച്ചാലിൽ വയോധികനെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. പടിയൂർ സ്വദേശി കുറ്റിപ്പാട്ടിൽ മോഹനനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ഉച്ച മുതലാണ് ഇയാളെ കാണാതായത്. പരാതിയെ തുടർന്ന് കാട്ടൂർ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുക്കാട്ടുകര രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ക്ലബ് പ്രസിഡന്റ് CD സെബീഷ്, സെക്രട്ടറി CV ഷാജു, ട്രഷറർ ജോൺ C ജോർജ്, ജെൻസൺ ജോസ് കാക്കശ്ശേരി, KK ശശി, EV വിൽസൺ, ജോൺ TA, അഡോൾഫ് റാഫി എന്നിവർ നേതൃത്വം നൽകി. ചലച്ചിത്ര നടൻ പത്മശ്രീ മോഹൻലാലിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ BRCക്ക് കീഴിലുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത വിതരണോദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ CS സുമേഷ്, PM മോഹൻരാജ്, മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശരത് എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് JB മേത്തർ നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് എടത്തിരുത്തിയിൽ സ്വീകരണം നൽകി. എടത്തിരുത്തി ബസാറിൽ നിന്ന് ആരംഭിച്ച യാത്ര മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് CD ലിറ്റി അധ്യക്ഷത വഹിച്ചു. കൈപ്പറമ്പ് ഗ്രാമീണ കൂട്ടായ്മ മഹാത്മാ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൈപ്പറമ്പ് സെൻട്രലിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഓർമ്മദിനവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് NK രാജു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റണി കുളമ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി PM ഹനീഫ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് NR വേണുഗോപാൽ, സോബി മുണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു.
വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൂപ്പത്തി യൂണിറ്റ് വാർഷിക സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ.എ. നജാഹ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സബ്കാർ പരമേശ്വർ അധ്യക്ഷത വഹിച്ചു. എം.എസ്. രമേശ്, എം.വി. ലാലു, പി. സതീശൻ, പി.എസ്. സൂര്യപ്രകാശ്, എം.വി. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം കയ്പമംഗലം ദേവമംഗലം ശാഖയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ദേവമംഗലം ശാഖ ഗുരുമന്ദിര ഹാളിൽ നടന്ന ചടങ്ങ് SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ദർശനാഥ് ഉദ്ഘാടനം ചെയ്തു. ശാഖ വൈസ് പ്രസിഡന്റ് KR സത്യൻ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് SI T ജയകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വളരെ സന്തോഷത്തോടെ ഇത്രയും അധികം കുട്ടിയ ശാഖകളൊക്കെ ഉണ്ട് നമുക്ക് വലപ്പാട്. ദേശീയപാത 66-ലെ തെരുവുവിളക്ക് നിലം നട്ടുകളില്ലാത്തതിനാൽ അപകടാവസ്ഥയിൽ. ചാവക്കാട് കോട്ടപ്പുറം കിഴക്കേ സർവീസ് റോഡിലാണ് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന വിധത്തിൽ തെരുവുവിളക്കുകൾ നിൽക്കുന്നത്. തെരുവുവിളക്ക് നിലത്ത് ബന്ധിപ്പിക്കുന്നിടത്ത് നട്ടുകൾ ഇല്ലാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം എടക്കഴിയൂരിൽ തെരുവുവിളക്ക് നിലം പതിച്ചിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോതകുളം ബീച്ച് സ്വദേശി കണ്ണമ്പറമ്പിൽ വീട്ടിൽ നിഖിലിനെയാണ് വലപ്പാട് SHO MK രമേശിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വിദ്യാലയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം നൽകുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നവരിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നതിന് സ്കൂൾ പരിസരങ്ങൾ പ്രവേശനോത്സവത്തിന് മുൻപ് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ SHOമാർക്ക് റൂറൽ SP നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ചാലക്കുടി മാർക്കറ്റ് റോഡിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടപ്പുഴ സ്വദേശി കണക്കശ്ശേരി വീട്ടിൽ സജീവൻ, പരിയാരം ചൌക്ക സ്വദേശി മാളിയേക്കൽ വീട്ടിൽ ജോണി എന്നിവരാണ് അറസ്റ്റിലായത്. ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ്, CPO പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,412 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ദേശീയപാത ചാവക്കാട് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വിള്ളൽ വീണ സംഭവത്തിൽ ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. UDF പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. വിള്ളൽ കണ്ട സംഭവത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രിക്ക് NK അക്ബർ MLA കത്തയച്ചു. ജില്ലയിൽ തുടർച്ചയായ 2ാം ദിവസവും മഴയിൽ പരക്കെ നാശം. ഇരിങ്ങാലക്കുട കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുന്നുകുളത്ത് കിണർ ഇടിഞ്ഞു താഴുന്നു. പി. ശ്രീരാമന്റെ ഉദ്യാനങ്ങളും കുട്ടികളുടെ പാർക്കും കാട് കയറി നശിക്കുന്നു. ഉദ്യാനങ്ങളുടെ മതിലുകൾ തകർന്നു വീണിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. ടാറിംഗ് തകർന്നതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ കട്ടിംഗ് മരോട്ടിച്ചാൽ റോഡിലൂടെയുള്ള വാഹനയാത്ര ദുഷ്കരം. മഴ പെയ്തതോടെ ചെളിക്കുളമായി റോഡ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.